பணிவேல் முருகனுக்கு ஹரஹரோ ஹரஹரா. காவடியாடி வந்தே முருகா காத்திட வேணமையா. காவடியாடி வந்தே முருகா காத்திட வேணமையா. நாம காவடியாடி வந்தே முருகா காத்திட வேணமையா. காவடியாடி வந்தே முருகா காத்திட வேணமையா. ஓயாது ஒழியாது உன்னாமம் சொல்பவர்க்கு விருதின தந்திடுவாள் வேல்வேல் முருகா. ஓயாது ஒழியாது உன்னாமம் சொல்பவர்க்கு விருதின தந்திடுவாள் வேல்வேல் முருகா. முருகா இடமுதில் வாழும் பேரழகா. முருகா இடமுதில் வாழும் பேரழகா. காவடியாடி வந்தே முருகா காத்திட வேணமையா. காவடியாடி வந்தே முருகா காத்திட வேணமையா. நீயாடும் அழகை கண்டு வேலாடி வருகையா. நீயாடும் அழகை கண்டு வேலாடி வருகையா. வேலாடும் அழகை கண்டு மயிலாடி வருகையா. வேலாடும் அழகை கண்டு மயிலாடி வருகையா. மயிலாடும் அழகை கண்டு மனமாடி வருகையா. மயிலாடும் அழகை கண்டு மனமாடி வருகையா. மனமாடும் அழகை கண்டு மக்கள் கூட்டம் வருகையா. மனமாடும் அழகை கண்டு கூட்டம் வருகையா. நீயாடும் வேலாடும் மயிலாடும் நானாடும் அழகை நான் பார்த்து கொண்டேன் வேல்வேல் முருகா. முருகா இடமுதில் வாழும் பேரழகா. முருகா இடமுதில் வாழும் பேரழகா. സജിതേടൻ കണ്ണാടി എന്നും ചോദിച്ചിട്ട് പാടാം. പിന്നെ അതും പിന്നെ ബ്രഹ്മമയി ഒന്നുകൂടെ പാടാൻ ഞങ്ങളുടെ ശരണ്ന്റെ അമ്മ ചോദിച്ചായിരുന്നു, രാധു ചോദിച്ചായിരുന്നു. അപ്പോൾ ഒന്നുകൂടെ പാടും. പിന്നെ സജിതേടനും ചോദിച്ചായിരുന്നു. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടി ഒന്നുകൂടെ പാടി അയ്യപ്പസ്വാമിയുടെ നാമം പിന്നെ ശ്രീരാമസ്വാമിയുടെ നാമം ആഞ്ജനേയ സ്വാമിയുടെ നാമം പാടി നമുക്ക് സമർപ്പിക്കാം. കണ്ണാ നീ എന്നും കവർന്നെന്നോ തൂവെണ്ണാ. കണ്ണാ നീ എന്നും കവർന്നെന്നോ തൂവെണ്ണാ. നീയേ ഞങ്ങളുടെ നവനീതം പൊന്നുണ്ണി.
രാധമ്മയ്ക്ക് വേണ്ടി. ആയില്യം കുന്നിലെ അമ്മേ നിൻ മംഗളാരതി കണ്ടു നിന്നു. ആയില്യം കുന്നിലെ അമ്മേ നിൻ മംഗളാരതി കണ്ടു നിന്നു. മനം തെളിഞ്ഞു എൻ മതം കുറഞ്ഞു. ആയില്യം കുന്നിലെ അമ്മേ നിൻ മംഗളാരതി കണ്ടു നിന്നു. മനം തെളിഞ്ഞു എൻ മതം കുറഞ്ഞു. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ സ്വരസ്ഥാനം പിഴയ്ക്കാതെ സ്വരസ്ഥാനം പിഴയ്ക്കാതെ നാമസങ്കീർത്തനം പാടാൻ സ്വരസ്ഥാനം പിഴയ്ക്കാതെ നാമസങ്കീർത്തനം പാടാൻ നാമബലം തരണേ അമ്മേ നാദബലം തരണേ നാമബലം തരണേ അമ്മേ നാദബലം തരണേ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. ചെമ്പട്ടുചേല് ഞൊറിഞ്ഞുടുത്തെന്നമ്മ ചെമ്പടവട്ടത്തിൽ ഉറഞ്ഞു തുള്ളും. ചെമ്പട്ടുചേല് ഞൊറിഞ്ഞുടുത്തെന്നമ്മ ചെമ്പടവട്ടത്തിൽ ഉറഞ്ഞു തുള്ളും. ചെമ്പട്ടുചേല് ഞൊറിഞ്ഞുടുത്തെന്നമ്മ ചെമ്പടവട്ടത്തിൽ ഉറഞ്ഞു തുള്ളും. ഞാനുമാ താളത്തിൽ അമർന്നു തുള്ളും. ഞാനെന്ന ഭാവം മറന്നു തുള്ളും. ഞാനുമാ താളത്തിൽ അമർന്നു തുള്ളും. ഞാനെന്ന ഭാവം മറന്നു തുള്ളും. അമ്മേ ശരണം ദേവി ശരണം അഖിലാണ്ടേശ്വരി നീ ശരണം. തിരുമുഖ കമലം കണ്ടു വണങ്ങാൻ അടിയനിലരുളുക മോക്ഷപദം. അമ്മേ ദേവി അഖിലാണ്ടേശ്വരി നീ ശരണം. തിരുമുഖ കമലം കണ്ടു വണങ്ങാൻ അടിയനിലരുളുക മോക്ഷപദം. ബ്രഹ്മമയീ പരബ്രഹ്മമയീ ആയില്യം കുന്നിലെ സർവേശ്വരി. ബ്രഹ്മമയീ പരബ്രഹ്മമയീ ആയില്യം കുന്നിലെ സർവേശ്വരി. സർവേശ്വരി കരുണാമയി നീ. സർവേശ്വരി കരുണാ
മുത്തപ്പന്റെ സോങ് കഴിഞ്ഞ ലൈവിൽ പാടാനത് ശ്രുതിയുടെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ്. ഇപ്പം മൃദംഗം അച്ഛൻ വായിക്കുമ്പോൾ നമ്മൾ ശ്രുതി അധികം ചേഞ്ച് ചെയ്യാതെ ഫിക്സഡ് ശ്രുതിയിലാണ് പാടുന്നത്. ഫിക്സഡ് ആയിട്ടുള്ള 2 ശ്രുതിയിലാണ് പാടുന്നത്. അപ്പം അതുകൊണ്ടാണ്. അപ്പം മുത്തപ്പൻ്റെ 4 വരി പാടാൻ എന്തായാലും ഞങ്ങൾ സ്റ്റേജിൽ പാടുന്ന ശ്രുതിക്കല്ല പാടുന്നത്, എന്നാലും ചോദിച്ചുകൊണ്ട് 4 വരി പാടാം. ബ്രഹ്മമായി സൂപ്പർ എന്ന് പറഞ്ഞ ഒരുപാട് പേര് പറയുന്നുണ്ട്. ഒരുപാട് സന്തോഷം. ഗിരീഷ് വർമ്മ സാർ ഭക്തി നിർഭരം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. ഒരു വലിയ നമസ്കാരം ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന്. കോലം കെട്ടിയുറഞ്ഞു വരുന്നൊരു മുത്തപ്പ, നടനമെല്ലാം അനുഗ്രഹമെല്ലാം. കോലം കെട്ടിയുറഞ്ഞു വരുന്നൊരു മുത്തപ്പ, നടനമെല്ലാം അനുഗ്രഹമെല്ലാം. അഴകിടുന്നൊരു നദിക്കരയിലെ ശ്രീകോവിൽ, എന്റെ വിനയരചന വസിയടക്കണ ശ്രീകോവിൽ. അഴകിടുന്നൊരു നദിക്കരയിലെ ശ്രീകോവിൽ, എന്റെ വിനയരചന വസിയടക്കണ ശ്രീകോവിൽ. പറശ്ശിനിയിലെ മുടിപ്പുരയിലെ മുത്തപ്പ, മുത്തപ്പ, ശ്രീ മുത്തപ്പ. പറശ്ശിനിയിലെ മുടിപ്പുരയിലെ മുത്തപ്പ, മുത്തപ്പ, ശ്രീ മുത്തപ്പ. കോലം കെട്ടിയുറഞ്ഞു വരുന്നൊരു മുത്തപ്പ, നിന്റെ നടനമെല്ലാം അനുഗ്രഹമെല്ലാം. മുത്തപ്പ, അഴകിടുന്നൊരു നദിക്കരയിലെ ശ്രീകോവിൽ, എന്റെ വിനയ കച്ചട വശിയടക്കണ ശ്രീകോവിൽ. പറശ്ശിനിയിലെ മുടിപ്പുരയിലെ മുത്തപ്പ, മുത്തപ്പ, ശ്രീ മുത്തപ്പ. പറശ്ശിനിയിലെ മുടിപ്പുരയിലെ മുത്തപ്പ, മുത്തപ്പ, ശ്രീ മുത്തപ്പ. ഷാൻ BS ചേട്ടാ നമസ്കാരം. ബ്രഹ്മമായി നല്ലതാണെന്നുള്ള അഭിപ്രായത്തിന് ഒരുപാട് സന്തോഷം. ഗൗതം മേനോൻ നമസ്കാരം. അപ്പൊ നമുക്ക് ശ്രീരാമസ്വാമിയുടെ നാമം ആഞ്ജനേയ സ്വാമിയുടെ നാമം പാടി നമുക്ക് സമർപ്പിക്കാം. സ്വാമിയേ ശരണമയ്യപ്പ, മാമലമേലെ എന്റെ അയ്യപ്പൻ കോവിൽ, കോവിലിനുള്ളിൽ എന്റെ ശ്രീമണികണ്ഠൻ. ശ്രീമണികണ്ഠ നിന്നെ കണ്ടു തൊഴുവാൻ കടുമലയും താണ്ടി ഞങ്ങൾ വരുന്നേ. മഞ്ഞണിഞ്ഞ മാമലമേലെ പൊന്നണിഞ്ഞ കോവിലിനുള്ളിൽ നെയ്യണിഞ്ഞ നിന്നെ കാണാൻ മലയണിഞ്ഞെത്തുന്നു ഞങ്ങൾ. മഞ്ഞണിഞ്ഞ മാമലമേലെ പൊന്നണിഞ്ഞ കോവിലിനുള്ളിൽ
മണ്ണാറശാല പാടാം. ആയില്യംകുന്നില് സർപ്പദൈവങ്ങള് പ്രതിഷ്ഠയുണ്ട്. ആയില്യംകുന്നിലമ്മയുടെ തിരുമുന്നില് ഞങ്ങൾക്ക് ശിവഹരി ഭജൻസിന് നാമം ജപിക്കാൻ, ഹൃദയജപലഹരി അവതരിപ്പിക്കാൻ ഒരവസരം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അവിടുത്തെ അമ്മയുടെ ഗോളക സമർപ്പണ ദിവസമായിരുന്നു അന്ന്. അപ്പോ അത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. ഇനിയും അമ്മയുടെ തിരുനടയില് നാമം ജപിക്കാൻ അവസരം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ ശിവഹരി ഭജൻസിന് അമ്മയുടെ മുന്നിൽ വരാനും നാമം ജപിക്കാനും അവസരം ഉണ്ടാവട്ടെ എന്ന് ഈ നിമിഷം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ മണ്ണാറശാല, പിന്നെ ശ്രീരാമസ്വാമിയുടെ നാമം, ആഞ്ജനേയ സ്വാമിയുടെ നാമം പാടി നമുക്ക് സമർപ്പിക്കാം. ശ്രീ സർപ്പയക്ഷിയമ്മയ്ക്കോ നാഗയക്ഷിയമ്മയ്ക്കോ ശ്രീനാഗചാമുണ്ടിക്കോ നിലവരമുത്തച്ഛനോ ശ്രീ സർപ്പയക്ഷിയമ്മയ്ക്കോ നാഗയക്ഷിയമ്മയ്ക്കോ ശ്രീനാഗചാമുണ്ടിക്കോ നിലവരമുത്തച്ഛനോ കാവുകളിൽ കൂട്ടിക്കൊള്ളും നാഗങ്ങൾക്കും കൈതൊടുന്നേ അഷ്ടതി പാലകരാ രക്ഷകർക്കും കൈതൊടുന്നേ കാവു
ഗോവിന്ദ ഹരി ഗോവിന്ദ. ഇത്രയും നല്ല ഒരു ലൈവ് ഞങ്ങൾ ശിവഹരി ഭജൻസിൽ അവതരിപ്പിക്കാൻ അവസരം തന്ന ആയില്യംകുന്ന് ദേവീക്ഷേത്രം ക്ഷേത്ര ഭാരവാഹികൾക്കും ഫേസ്ബുക്ക് പേജിന്റെ അഡ്മിൻ പാനലിലുള്ള എല്ലാ മെമ്പേഴ്സിനും ഒരുപാട് നന്ദി ശിവഹരി ഭജൻസിന്റെ പേരിൽ ഞങ്ങൾ അറിയിക്കുന്നു, ഞങ്ങളുടെ വ്യക്തിപരമായ പേരിൽ അറിയിക്കുന്നു. ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ആയില്യംകുന്നിൽ അമ്മയുടെ മുന്നിൽ ഞങ്ങൾക്ക് ഗോളക സമർപ്പണ ദിവസത്തിന്റെ അന്ന് ഞങ്ങൾക്ക് നാമം ജപിക്കാൻ പറ്റി എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അത് അമ്മ അനുഗ്രഹിച്ച് നല്ല പ്രോഗ്രാം ആയിരുന്നു. നല്ല നല്ല ഓഡിയൻസിന്റെ നല്ല സപ്പോർട്ടായിരുന്നു. ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള എനർജി ആയിരുന്നു. അപ്പോൾ ഇനിയും ആയില്യംകുന്നിൽ അമ്മയുടെ മുന്നിൽ വരാനും നാമം ജപിക്കാനും അവസരം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഈ നിമിഷത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു ലൈവ് ചെയ്യാൻ പറ്റിയതിൽ. ഇത്രയും നേരം ലൈവ് കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി. ആദ്യത്തെ ലൈവ് വീഡിയോ കട്ടായി പോയിട്ട് സെക്കൻഡ് ഇത് റീസ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ എന്നിട്ട് പോലും നമ്മുടെ ലൈവ് ഇങ്ങനെ കാണാൻ വരുന്ന ഞങ്ങളെ സ്നേഹിക്കുന്ന ശിവഹരി ഭജൻസിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും പേരെടുത്ത് പറഞ്ഞാൽ തീരില്ല. അതുകൊണ്ടാണ് ഞാൻ പേര് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് മെൻഷൻ ചെയ്യാത്തത്. എല്ലാവർക്കും ഒരുപാട് 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 നന്ദി. ഇന്ന് കമൻസിൽ കണ്ടു 2-3 പേര് പറയുന്നത് ഇങ്ങനെ ഞങ്ങളുടെ ഭജൻസ് ഒക്കെ കേൾക്കുമ്പോൾ മനസ്സിന് സങ്കടം ഉള്ളത് മാറി കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞ് കമൻസ് കേൾക്കുന്നുണ്ട്. ഒരുപാട് മനസ്സ് വിഷമിക്കുന്നുണ്ടെങ്കിലും ഭജൻസ് കേൾക്കുമ്പോൾ ഇത് മാറുകയാണെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ്. അതൊക്കെ വൈക്കത്തപ്പൻ്റെ അനുഗ്രഹം, ഭഗവാന്റെ അനുഗ്രഹം, നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും എനർജിയും പിന്നെ ഞങ്ങളുടെയൊക്കെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ള ഭജന സമിതികൾ ഇങ്ങനെ മുന്നോട്ട് പോകാൻ കാരണം. അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നതിൽ ഒരുപാട് 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 സന്തോഷം. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമല്ല, നമുക്ക് മനസ്സിന് എന്ത് വിഷമമുണ്ടെങ്കിലും നമ്മൾ നാമം ജപിക്കുമ്പോൾ അതും മാറുകയാണ് ശരിക്കും.
നമുക്ക് ഒരുപാട് ടെൻഷൻസും കാര്യങ്ങളും ഒക്കെ ഈ സമയത്ത് എല്ലാവർക്കും ഒരുപാട് ടെൻഷൻസും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ഈ എല്ലാവരും പറഞ്ഞ ശരിയാണ്, നമ്മൾ നാമം ജപിക്കുമ്പോൾ നമ്മൾ 2 മിനിറ്റ് കൊണ്ട് നാമം ജപിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പാടുന്ന ഞങ്ങൾക്കും കേൾക്കുന്ന നിങ്ങൾക്കും റിലീഫാണ്. അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ആ ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ ഒരുപാട് സന്തോഷം ഇങ്ങനെയുള്ള കമന്റ്സുകളൊക്കെ വരുമ്പോൾ. പിന്നെ വേറൊരു കാര്യം പറയാനാണെങ്കിൽ ഞങ്ങളുടെ ശിവഹരിയുടെ സ്വന്തം ശരൺ, ഞങ്ങളുടെ ശരണിന്റെ വീടിന്റെ തൊട്ടടുത്താണ് ആയില്യംകുന്ന് ക്ഷേത്രം. അപ്പോൾ ക്ഷേത്രത്തിൽ ഞങ്ങൾക്ക് വളരെ നല്ലൊരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ കഴിയുമെന്ന് പിന്നെ എടുത്തെടുത്ത് പറയണം. കാരണം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു, അങ്ങനെ തന്നെ പറയണം. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ വീണ്ടും ആയില്യംകുന്നിലമ്മയുടെ മുന്നിൽ വരാൻ സാധിക്കട്ടെ, നാമം ജപിക്കാൻ സാധിക്കട്ടെ. എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം, രാധേശ്വരി.